വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. വാടും കരൾത്തടം കണ്ണീരാൽ നനച്ചു നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണ നീ നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ.
ചേച്ചി. ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഡിവോഷണൽ റൗണ്ടിൽ ആരാണ് ഈ പാട്ട് കൊണ്ടുവരാന്ന് നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ശരിക്കും എന്താ പറയാ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി അതുപോലെ തന്നെ നന്ദനം സിനിമ മൊത്തം കണ്ട ഒരു ഫീല് അല്ലേ. അടിപൊളിയായിരുന്നു ശ്രേയ, സൂപ്പർ ആയിട്ട്. താങ്ക് യു ചേച്ചി. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ശരത് സാർ. ശ്രേയ, ആ സാർ. ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. എപ്പോഴെന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിനടുത്ത് നിൽക്കുന്ന ഒരു പാട്ടുമാണ്. ശ്രേയ നന്നായിട്ട് പാടി, താങ്ക് യു. നന്നായിട്ട് പാടി. ഇതൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞേ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് രവീന്ദ്ര മാഷാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. പിന്നെ പാടിയത് ചിത്രാമ്മയാണ്. സിനിമ നന്ദനം. ഓക്കെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. എനിക്ക് ചില എന്താണ് പറഞ്ഞത്, അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ചുണ്ടിൽ കണ്ണിൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ആ വെലോസിറ്റി അത് വളരെ ഒരു നമ്മൾ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്, അല്ലേ ശ്രേയ? അതെ അതെ. ഉള്ളിൽ ഒന്നുകൂടെ എപ്പോഴും ഉള്ളിൽ ഉള്ളിൽ ആ വെലോസിറ്റി അത്രയും കാർമുകിൽ വർണ്ണൻ ഇങ്ങനെ പാടുമ്പോൾ അതിന് കറക്റ്റായിട്ടുണ്ടാവണം ആ ഉള്ളിലും കേട്ടോ. അതെപ്പോഴും നോക്കിക്കോളാം പാടുമ്പോൾ. ഓക്കെ സർ. പിന്നെ ഈ ചുണ്ടിൽ എങ്ങനെ നിർത്തുന്നത്? ചുണ്ടിൽ അതെപ്പോഴും ചേരണം. അത് അങ്ങോട്ട് ആ നോട്ട് കാണിക്കും കേട്ടോ. ഓക്കെ സർ. മതി. ആ, അത് കുറച്ചും കൂടെ ഒരു സുഖം വരാതെ. ഞാൻ ഇതൊക്കെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ കാർമുകിൽ പറഞ്ഞ ഒരു സ്റ്റഡി ആയില്ല ഈ അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്നത്. അതൊക്കെ നോക്കണം കേട്ടോ. പിന്നെ നിന്റെ നന്ദന അത് ഒന്ന് പ്ലാൻ ചെയ്യണം ശ്രേയ. ശ്വാസത്തിന്റെ കാര്യമേ നിന്റെ നന്ദന. ആ പടത്തിന്റെ പേര് വന്നപ്പോഴത്തേക്ക് ശ്വാസം അങ്ങ് പോയി. ആ നോട്ട് എപ്പോഴും ആ ഹിറ്റ് ചെയ്യേണ്ടത് ഹിറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. എന്താണ് ആ അത് തന്നെ. അതെന്താണ് ആ നോട്ട് ആ ലോ വരുന്നത്? അത് ആ പുൽകലല്ല, ഇത് വേറെ. അത് എന്താ ദായാണോ ദായാണോ പായാണോ എന്താ എന്ന് പാടുമ്പോ അത് അല്ല ഇത് അതുമല്ല ഇതുമല്ല നമുക്ക് സംശയം വരും. അതാ ഞാനിപ്പോ ചോദിച്ചത് കേട്ടോ. അത് ശരിയായിക്കൊള്ളുക, വേറൊന്നുമില്ല. പിന്നെ ആ കൃഷ്ണ എന്നൊക്കെ വിളിച്ചത് അസാധ്യമായിരുന്നു. പിന്നെ എനിക്ക് ഒരൊറ്റ സജഷൻ ഉള്ളത് ശ്രേയ, അത് നമ്മൾ ഈ ഹെഡ് വോയിസ് യൂസ് ചെയ്യുമ്പോൾ ഈ കൃഷ്ണ അങ്ങ് മേളിൽ വിളിക്കുമ്പോൾ അത്രയും മൈക്ക് അടുത്ത് വെക്കണമെന്നില്ല, കുറച്ച് മാറ്റി. കാര്യം കൂവുന്ന പോലെ ഇരിക്കും ഇല്ല കേൾക്കുമ്പോഴേ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു, നല്ല ഭക്തി സാന്ദ്രമായിരുന്നു. എനിക്കിത് ശ്രേയ പാടുമ്പോഴേ ഞാൻ ചിത്ര ചേച്ചി മിക്കവാറുള്ള പ്രോഗ്രാംസിനെല്ലാം ഇത് പാടും. ഇത് പാടി ഈ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ തന്നെ വല്ലാണ്ട് എല്ലാവരും കേൾക്കുന്ന ജനങ്ങളെല്ലാം ഇമോഷണൽ ആകാറുണ്ട്. അപ്പം അത് ഞാൻ അതൊക്കെ ഓർത്തു. ഇതൊക്കെ നല്ലൊരു പാട്ടെടുത്തുകൊണ്ട് പാടി. ഇതിൽ കുറേ സന്തോഷം ശ്രേയ. താങ്ക് യു. ശ്രേയ, യുവർ സെലക്ഷൻ ഈസ് ബ്യൂട്ടിഫുൾ. കാരണം രവീന്ദ്ര മാസ്റ്റർ, ഗിരീഷ്, ചിത്ര ആ കോമ്പിനേഷനിൽ വന്ന നന്ദനം എന്ന സിനിമയിലെ ഒരു പാട്ട്. ഇതിനകത്ത് ഞാനും ഒരു പാട്ട് പാടിയിട്ടുണ്ട്, മനസ്സിൽ മിഥുന മഴ. ഞാനും രാധികയും കൂടാണ് പാടിയത്. രാധിക തിലക് നമ്മളോടൊപ്പം ഇപ്പം ഇല്ല. പക്ഷെ നമ്മളെ ഈ പാട്ട് പാടുമ്പോഴത്തേക്കൊരു ഡൈനാമിക്സ് ഉണ്ട്, ഓരോ വരികളിലും ഉണ്ട്. ചിത്ര അങ്ങനെ പാടി വെച്ചിരിക്കുന്നത്. കാരണം ഓരോ വരികൾ നോക്കിക്കഴിഞ്ഞാലും ഒരു ഫീലുണ്ട്. അപ്പം ആ ടോട്ടൽ ഫീല് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഇത്തിരി പ്രയാസമാണ്. അണ്ണാച്ചി പറഞ്ഞ തന്നെ സംഭവം, എന്നാലും ആ ഫീൽ ഇപ്പം കാർമുകിൽ വർണ്ണന്റെ കർണന്റെ അവിടെ ഉണ്ട്. ചുണ്ടിൽ തേടുമൂട് കുഴൽ വിളി നാനാ അവിടെ ഒരെണ്ണമുണ്ട്. അവിടെ കുറച്ച് ഓപ്പണാണ്. നാനാരന്റെ അവിടെ എല്ലാം ഓരോ ഡൈനാമിക്സ് ഉണ്ട്. ഓരോ വരിക്കും എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിന് വേണ്ട ഫീലും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മോക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യായിരുന്നു. പക്ഷെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ, മോശം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പാട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ എന്താണ് ആ ഗായിക അല്ലെ ഗായകൻ പാടിയിരിക്കുന്നതെന്ന് ഒന്ന് സൂക്ഷ്മമായിട്ട് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടിയിട്ടു. അപ്പം അതുപോലെ തന്നെ ഈ ഇടയ്ക്കൊന്ന് വിട്ടുപോയി അല്ലേ, ഡ്രൈ ആയിപ്പോയി.
പിന്നെ ഈ ഞാനൻ മിഴിനാളം അതൊന്ന് പാടാം ജസ്റ്റ്. ഞാനിൻ മിഴിനാളമണയാതിരിച്ചു നീറും നെഞ്ചകം അകിലായി പുകച്ചു. അത് ചേർത്ത് പാടൂ. നീറും നെഞ്ചകം അകിലായി പുകച്ചു ഞാനിൻ മിഴിനാളമണയാതിരിച്ചു അണയാതിരിച്ചു. അവിടെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനത്തെ ഉള്ള ചെറിയ പ്രശ്നം. ഇപ്പൊ ഒരു പാത്തോസ് ടച്ചാ കൊടുത്തത്. ആ പാത്തോസും ആവരുത്, എന്നാൽ പിന്നെ പ്ലെയിനും ആവരുത്. ഇതിന്റെ ഇടയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഈ പാത്തോസ് ടച്ച് വരുന്നത് ഏറ്റവും ലാസ്റ്റിൽ ആ കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴാണ്. അവിടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോഴാണ് ആ പാട്ടിന്റെ ഒരു ക്ലൈമാക്സിൽ നമ്മൾ അത് ചെയ്യാവും. എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരു പാട്ട് കിട്ടുമ്പോൾ നമ്മൾ നോക്കുന്ന മാർക്ക് ചെയ്യും ഇങ്ങനെ. പണ്ട് ഇപ്പൊ അതൊന്നും ഓരോന്ന് കുത്തിയെടുക്കല്ലേ, മാർക്ക് ചെയ്യും. കാരണം ഞാനെല്ലാം EXP എന്നിട്ട് വെച്ചേക്കും റെഡിങ്ങില്. ഒരു പാട്ട് കേൾക്കുമ്പം നമ്മൾ ആദ്യമേ ഇപ്പം കാർമുകിൽ വർണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെ കാണിക്കാനേ പറ്റും, വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഒരു ഗ്രാഫ് ഉണ്ട്. എന്തായാലും ടോട്ടലി നന്നായിരുന്നു എന്ന് മാത്രം പറയുന്നു, മോശമല്ല, നന്നായിരുന്നു. പിന്നെ ഇച്ചിരിയും കൂടെ ഒരു ഇമോഷണലായിട്ട് ആ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ഇത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പാടിയായിരുന്നു. അത് പാടി നോക്കുന്നു, ഈസിയാണ് പാടാൻ. കൃഷ്ണ കൃഷ്ണ ബ്യൂട്ടിഫുൾ. കൃഷ്ണ 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 കൃഷ്ണ. ഇത്രയും നേരം പറഞ്ഞ കാര്യം കുറച്ച് ഉൾക്കൊണ്ടല്ലോ. അപ്പൊ അത് പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാക്കി പാടാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ഡെഫിനറ്റ്ലി യു വിൽ ബിക്കം എ ഗ്രേറ്റ് സിംഗർ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ശ്രേയക്കുട്ടി, ചേച്ചി ബ്യൂട്ടിഫുൾ സോങ്, ഉഗ്രൻ സെലക്ഷൻ. ഇത് ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഒരു വല്ലാത്തൊരു ഇമോഷണൽ ഒരു തലത്തിലേക്ക് പോകും. എപ്പോഴും ലൈവായിട്ട് ചിത്രം ഇത് പാടുന്ന സമയത്ത് പല പല ഡൈനാമിക്സിലാണ് ഓരോ പ്രാവശ്യം പാടുന്നത്. അപ്പം അത് പാടുമ്പോൾ അത്രയും അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് കാണാൻ പറ്റും. എനിക്ക് നേരിട്ട് ഒരുപാട് വേദികളിൽ ഞാനിത് ചിത്ര ചേച്ചി പാടുന്നത് കേട്ടിട്ടുമുണ്ട്. അപ്പം എനിക്കത് പാട്ട് കേൾക്കുമ്പോൾ ചേച്ചി പാടിയ ഫീലും പാടുന്ന രീതിയൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. മോൾ എന്തായാലും മനോഹരമായിട്ട് പാടി. എനിക്ക് സാർ പറഞ്ഞ അതേ അഭിപ്രായമാണ്. മോൾ ആ പാട്ട് പഠിച്ചു പാടി. ഇതിനു മുന്നേ മോളൊരു തമിഴ് സോങ് പാടിയിരുന്നില്ലേ ഇവിടെ രാജാ സാറിന്റെ? ഏതായിരുന്നു? അഴകുമലരാട്. ആ പാട്ടിനകത്തുള്ള എക്സ്പ്രഷൻസ് മോൾ അതുപോലെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നിയത് മോള് പാടി, പക്ഷെ ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ആവാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇതില് അഖിലായി പുകച്ചുമിലൊരു കുഞ്ഞൊരു സംഗതി പോലെ പാടിയിട്ടുണ്ട് ചിത്ര ചേച്ചി. ശ്രദ്ധിച്ചിരുന്നോ അത്? അതൊന്ന് പാടിയ റിപ്പീറ്റ്. അഖിലായി പുകച്ചു അഖിലായി അഖിലായി ലായ് നാ അഖിലായി പുകച്ചു അഖിലായി മോള് പാടുന്ന അഖിലായി എന്നാ പാടുന്നത്. അഖിലായി അഖിലായി പുകച്ചു. അത്രയില്ല, ചെറിയ ഒരു സംഗതി. അഖിലായി പുകച്ചും അഖിലായി പുകച്ചും തരരാരരാര. അത്രയില്ല. അത് ശ്രദ്ധിച്ച് പഠിച്ചോ. ഇപ്പം നിന്ന് കറക്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട. അവിടെ ഒരു ചെറിയ കുഞ്ഞൊരു സംഗതി ഉണ്ട്. അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഇത് ആദ്യം കേൾക്കുമ്പോൾ ചേച്ചി പാടിയതും കേട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് നമ്മുടേതായ ഒരു സംഭവം കയറി വരും. പക്ഷേ ഈ പാട്ട് പഠിച്ചതിന് ശേഷം ഇത് വീണ്ടും വീണ്ടും ഇട്ട് കേൾക്കുമ്പോൾ, അത് ഒറിജിനൽ ചേച്ചി സ്റ്റുഡിയോയിൽ പാടിയ വേർഷൻ ഇട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് കുഞ്ഞു സാധനങ്ങൾ, മനോഹരമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് കിട്ടും. ഓ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അതിൽ ഫസ്റ്റ് പല്ലവിയിൽ പുൽകിയുണർത്താൻ മറന്നു ഒരു പ്ലെയിൻ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അവിടെ.
ആ ഫസ്റ്റ് പല്ലവി മോളൊന്ന് ശ്രദ്ധിച്ചോളൂ. പുൽകിയുണർത്താൻ മറന്നു കണ്ണുണർത്താൻ. അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതൊരു സ്പെഷ്യൽ സാധനമാണ്. അപ്പൊ അത് ഒന്നത് ശ്രദ്ധിക്കണം. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളെല്ലാവരും ഇത് പല പ്രാവശ്യം വേദിയിൽ പാടിയിട്ടുണ്ട്. ഈ പാട്ട് കേൾക്കും തോറും ഇതിന്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ വീണ്ടും 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 നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ചുമ്മാ ഒരു പെരിഫറൽ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് അല്ല, അല്ലാതെ ഇത് കുറച്ചുകൂടി ഒന്ന് കേൾക്കണം. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതി വെച്ചതൊക്കെ തന്നെയാണ് സാറും പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എനിക്ക് തോന്നിയത് മോൾ ആ ഉള്ളിൽ, ഇപ്പോൾ ശരത് സാർ പറഞ്ഞില്ലേ, ആ ഉള്ളിൽ എന്നുള്ള അവിടെ ഒരു ഡൈനാമിക്സ് ഉണ്ട്, അത് വരാമായിരുന്നു. എന്നിട്ട് ലാസ്റ്റിൽ വരുന്ന ഒരു വിരുത്തമില്ല, ഒരു നിർത്തുന്ന സ്ഥലല്ലേ, അവിടെ ഒരു ചെറിയൊരു എന്തായാലും ഗദ്ഗതം വരാമായിരുന്നു, വിതുമ്പൽ വരാമായിരുന്നു. ചേച്ചിയൊക്കെ സ്റ്റേജിൽ പാടുമ്പോൾ ചേച്ചി അത് കരഞ്ഞു പോകും. നമ്മള് അല്ല, ചേച്ചി യഥാർത്ഥമായിട്ട് വരുന്നതാണത്. അതിന്റെ ഒരു അംശം അവിടെ വന്നിരുന്നെങ്കിൽ അതിനൊരു റിയലിസ്റ്റിക് ആയിനെ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, അങ്ങനെ ഒരു സാധനല്ലേ സിനിമയിലല്ലേ അത്. ചേരുമോടക്കുഴലിന്റെ ഉള്ളിൽ ഇങ്ങനൊരു സാധനം പോകുന്നുണ്ട്. അത് വന്നിരുന്നെങ്കിൽ മോൾ ആ കൃഷ്ണ പാടി അവസാനിപ്പിച്ച് അത് ഈ ഇതിലോട്ട് വരും, ആ ഫീലിലോട്ട് വരും. അത് കഴിഞ്ഞ പ്ലെയിൻ ഇത് പാടി നിർത്തിയത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ മോളെ കൊണ്ട് പറ്റും. എൻ്റെ മൈൻഡിൽ രാജാ സാറുടെ ആ ഒരു പാട്ടാണ് ഇരിക്കുന്നത്, മോളുടെ എക്സ്പ്രഷൻസ് മോൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ എക്സ്പ്രഷൻസ് ഇതിൽ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ എല്ലാം ബാക്കിയൊക്കെ മനോഹരമായിട്ട് പാടി ഒരു പടിക്ക് കുറച്ചുകൂടി എക്സ്പ്രഷൻസ് ആവാമായിരുന്നു, നന്നായേനെ കുറച്ചുകൂടി. എന്തായാലും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, ഷാനിക്ക. പാടി. പിന്നെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. എനിക്ക് മെയിനായിട്ട് ഹിറ്റ് ചെയ്തത് അനുപല്ലവിയിലുള്ള ഓരോ ചും ഓരോ പിന്നെ ലൈൻ്റെ അവസാനത്തെ, അതും ഈ ഡൈനാമിക്സിൽ പെടും. ആ ഓരോ ചും എന്നുള്ളതും കൂടെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം ആ ചും വരുമ്പോൾ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഈ എവ്രി ലൈൻ്റെ എൻഡിലുണ്ടല്ലോ അല്ലേ. അപ്പൊ ആ ചും കൂടെ നമ്മളൊന്ന്, അത്ര ചും വേണ്ട, കുഞ്ഞു ചും മതി. ഇത് അവിടെ ഇങ്ങനെ അണച്ചും പുകച്ചും. അപ്പൊ അത് ഒന്ന് നോക്കാം മോളെ. പിന്നെ നന്ദനം അത് കട്ടായത്, പിന്നെ പുൽകി ഉണർത്താൻ ആ ഒരു അവസാനത്തെ ആ ഒരു പ്ലാൻ അതെന്താന്നുള്ളത്. ബാക്കി ശ്രേയ നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു സിമ്പിൾ സോങ് അല്ല, ഭയങ്കര ടഫായിട്ടുള്ളൊരു സോങ് ആണ് ഇത്. പലരും സ്റ്റേജിൽ എക്സിക്യൂട്ട് ചെയ്തിട്ട് നശിച്ച് നാരായണക്കല്ലാർന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അവസാനത്തെ ആ ഒരു ഹൈ നോട്ട് എത്താതെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് എത്താതെ ആകുമ്പോഴുണ്ടല്ലോ അത് ഭയങ്കര ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ ഇത് നോട്ട്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ശ്രേയ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്നിക്കലി ഇറ്റ്സ് ഗുഡ്. പിന്നെ ആ ഫീൽ, ഡൈനാമിക്സ്, അതുപോലത്തെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. യു ആർ എ വെരി ഗുഡ് സിംഗർ. അതിൽ യാതൊരു തർക്കവും യാതൊരു സംശയവും ഇല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ 9 മാർക്സ്. താങ്ക് യു സർ. MG സർ 9. ചേച്ചി മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സോ ടോട്ടൽ 18. സൂപ്പർ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ.